പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കൊലോസ്യർ 3:23 നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന പോലെ തേജസ്സോടെ ചെയ്യുവിൻ. വർക്ക്, നമ്മുടെ ചെയ്തികൾ, അതൊരു നല്ല കാര്യമാണ്. എല്ലാവർക്കും ചെയ്യുവാൻ തക്കവണ്ണമുള്ള വർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, വീട്ടിൽ വന്ന് അവരവരുടെ ഹോംവർക്ക് ചെയ്യുന്നു. ടീനേജേഴ്സൊക്കെ ട്രെയിനിങ് എടുക്കുന്നുണ്ട് സ്പോർട്സിൽ. ചിലർ ജോലിക്ക് പോകുന്നുണ്ട്. എന്നാൽ മുതിർന്നവരോ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നു, കമ്പനീസ് റൺ ചെയ്യുന്നു, അല്ലേ? നമ്മൾ ചിലർ നമ്മുടെ വീട്ടിൽ നിന്ന് ദൂരെ പോകും വർക്ക് ചെയ്യാൻ. എന്നാൽ ചിലർ ദൂരോട്ട് പോകാറില്ല. ഈ കോവിഡ് വന്നപ്പോഴാണല്ലോ ഇപ്പം വർക്ക് ഫ്രം ഹോമും തുടങ്ങിയതല്ലേ. ചിലർക്ക് കൂലി കിട്ടും വർക്ക് ചെയ്യുന്നതിന്, എന്നാൽ ചിലരുടെ വർക്കിന് കൂലിയില്ല. ചിലർ അവരുടെ വർക്കിനെ സ്നേഹിക്കുന്നുണ്ട്, ചിലർ അവരുടെ വർക്കിനെ സ്നേഹിക്കുന്നില്ല. എങ്ങനെയാണേലും വാട്ട് വി ഡു ഓർ ഹൗ വി വർക്ക്, God has given us this gift to provide for our families as well as to make a difference in the world. എങ്ങനെ ജോലി ചെയ്താലും എന്ത് ചെയ്താലും ദൈവമക്കളെ നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ അത് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ വർക്കെന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നിരിക്കുന്ന ദാനമാണ്. എന്നാൽ ചിലർക്ക് ആ ജോലിയുമായിട്ട്, അവരവർക്കുള്ള ജോലി, അതുമായിട്ടൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് ചിലർ ഡെവലപ്പ് ചെയ്യും. ഉദാഹരണത്തിന് തളർന്ന് ക്ഷീണിച്ച് പോകുന്നത് വരെ, അതായത് ബേൺ ഔട്ട് ആകുന്നത് വരെ ചിലരങ്ങ് ഓവർ വർക്ക് ചെയ്യും. അങ്ങനെ ഓവർ വർക്ക് ചെയ്ത് പോകുന്നവർക്ക് എന്ത് പറ്റും? അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ചില സമയത്ത് ചിലരങ്ങ് അണ്ടർ വർക്ക് ശരിക്കൊന്നും ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കിനും അവർ സ്ട്രഗിൾ ചെയ്യും. ഔട്ട് ഓഫ് കൺട്രോളായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പം നല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്യുകയും റെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് രണ്ടും ഇൻക്രെഡിബിളി വാല്യുബിളാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ മധ്യത്തിൽ ബെറ്റർ ദാൻ നോർമൽ വ്യൂ പോയിൻറ്റും കൊണ്ട് വന്നാൽ ചില വർക്ക് എത്തിക്സിനോട് അതിന് നീതി പുലർത്താൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? അപ്പം നോർമലും ബെറ്റർ ദാൻ നോർമലുമായിട്ടുള്ള സംഗതി ജോലിയുടെ വർക്കിൻ്റെ കാര്യത്തിൽ നാം എടുത്താൽ, നോർമൽ എന്നുള്ളത് ജോലിയിൽ ഒരു ഐഡൻറ്റിറ്റി സ്ഥാപിച്ചിരിക്കും. ബെറ്റർ ദാൻ നോർമൽ എന്നുള്ളവർ ഞാൻ ക്രിസ്തുവിൽ ആരാണ്, അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള ചിന്തയായിരിക്കും അവരെ ഭരിക്കുന്നത്. നോർമലിൽ വർക്കഹോളിസമായിരിക്കും. ബെറ്റർ ദാൻ നോർമലിൽ എപ്പോൾ എവിടെയൊക്കെ നോ പറയണമോ എന്നുള്ള ആ ഒരു കൃപ കാണുമായിരിക്കും. ഒത്തിരി ക്ഷീണം നോർമൽ എന്നുള്ളതിനകത്ത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതേസമയം ബെറ്റർ ദാൻ നോർമൽ എന്നുള്ള കാര്യത്തിനകത്ത് അത് വില കൊടുക്കുന്നത് റെസ്റ്റിനാണ്. ഡിഫിക്കൽട്ട് വർക്ക്സൊക്കെ നോർമൽ എന്ന ഘട്ടത്തിൽ അതിനെ അവോയ്ഡ് ചെയ്യും. പക്ഷെ ബെറ്റർ ദാൻ നോർമലാണെങ്കിൽ സഹിഷ്ണുതയോടെ അതിൽ കൂടെ കടന്നു പോകും. ഞാൻ പറയട്ടെ കുഞ്ഞെ, ജീവിതത്തിൽ എത്ര മനുഷ്യരെ നമ്മൾ ഈ ലോകത്തിൽ കാണുന്നുണ്ട്. വളരെ യുണീക്കായിട്ടുള്ളവർ, വളരെ ഡൈവേഴ്സായിട്ടുള്ളവർ. നമ്മൾ എത്ര വർക്ക് ചെയ്താലും, എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, എന്തൊക്കെ ചെയ്താലും നമ്മളിത് ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അതിനകത്തൊരു സന്തോഷമുണ്ട്.
നമ്മളെന്തെങ്കിലും ചെയ്താൽ, നമ്മുടെ വർക്കിൽ നമ്മൾ ഡിലൈറ്റ് കണ്ടെത്തിയാൽ അത് ദൈവത്തിന് സന്തോഷമാണ്. അല്ലാതെ പ്രാഗിക്കൊണ്ട് പുറപുറത്തോണ്ട് ഒന്നും ചെയ്യുവാൻ ഇടവരരുത്. കൊലോസ്യ ലേഖനം 3:23 അതല്ലേ പറയുന്നത്? നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. നമ്മുടെ വർക്ക് ഷെഡ്യൂൾസൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മുടെ എംപ്ലോയർ കർത്താവാണെന്നൊന്ന് വിചാരിച്ചേ. നമ്മുടെ ജോലിയിലൊക്കെ ഉയർച്ച കിട്ടുവാൻ തക്കവണ്ണം, മാനം കിട്ടുവാൻ തക്കവണ്ണം ഈ ലോകത്തിലെ എംപ്ലോയേഴ്സിൻ്റെ മുമ്പിൽ നാം വളരെ ഹാർഡ് വർക്ക് ചെയ്യും അല്ലേ? എന്നാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ യേശുവിനെ മുന്നിൽ കണ്ടു നിന്നാൽ, ഞാൻ പറയട്ടെ, ഈവൻ ബെറ്ററായിട്ട് നമുക്കൊക്കെ ജോലി ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് അപ്പോൾ ദൈവത്തെ കൂടുതൽ ബഹുമാനിക്കാൻ പറ്റും, ഹോണർ ചെയ്യാൻ പറ്റും. ബൈ വർക്കിംഗ് ഹാർഡ് ആൻഡ് റെസ്റ്റിംഗ് വെൽ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വളരെ ഒരു ഹെൽത്തി ഫീലിങ്ങിൽ ജോലി ചെയ്യുവാനും സമയം സ്പെൻഡ് ചെയ്യുവാനുമായിട്ടൊക്കെ ജീവിതത്തിൽ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. എല്ലാ മനുഷ്യരിലും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗമാണ്. ചിലരുടെ റിലേഷൻഷിപ്പ് തമ്മിലുള്ളത് ഹെൽത്തി ആയിരിക്കും. എന്നാൽ ചിലരുടെ ബന്ധങ്ങൾ കയ്പ് നിറഞ്ഞതായിരിക്കും. നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം. നാം ആരെയും ഫ്രസ്ട്രേറ്റഡ് ആക്കരുത്, ഹേർട്ട് ചെയ്യരുത്, ചതിക്കരുത്. ജീവിതത്തിൽ ഫൊർഗീവ്നെസ്, ആ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ കാണണം. എന്നാൽ കരുണയില്ലാതെ പകരം വീട്ടുന്ന, പ്രതികാരം ചെയ്യുന്ന സ്വഭാവം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാകരുത്. നമ്മളെ ആരെങ്കിലും ഹേർട്ട് ചെയ്യുക, നമ്മെ ഒഫൻഡ് ചെയ്യുക എന്ന് വെച്ചു, നമ്മളതൊരു പേഴ്സണൽ അറ്റാക്കായിട്ട് കണ്ടിട്ട് തിരിച്ച് ചെയ്യുവാൻ ശ്രമിച്ചാൽ, ഞാൻ പറയട്ടെ, നമ്മുടെ ആ ആക്ഷൻ ദൈവത്തിൻ്റെ മുമ്പിൽ കുറവുള്ളതാണ്. നാം തെറ്റുകാരായിട്ട് തീരും. ദൈവം നമ്മെ തെറ്റുകാരായിട്ട് കാണുകയും ചെയ്യും. ആൾക്കാർ നമ്മെ എങ്ങനെ ട്രീറ്റ് ചെയ്താലും നമ്മൾ അവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനം വരെ നാം എങ്ങനെ ക്യാരി ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത നമ്മെ ഭരിക്കണം. നമ്മുടെ വാക്കുകൊണ്ട് നാം ആൾക്കാരെ ബിൽഡ് ചെയ്യുവാണോ അതോ നാം അവരെ കീറിക്കളയുവാണോ? നമുക്ക് വേണ്ടി തിരിച്ചൊന്നും ചെയ്യാത്തവരെ ഹോണറോടെ റെസ്പെക്റ്റോടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ വളരെ സ്പെസിഫിക്കായിട്ട് താൻ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് നമുക്ക് കാണാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അത് പറയുവാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ സമയം എടുത്ത് അത് മനസ്സിലാക്കണം. റോമാലേഖനം 12-ാം അധ്യായം 9 മുതൽ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദരപ്രീതിയിൽ തമ്മിൽ സായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ദൈവമക്കളെ എത്ര നല്ല കാര്യങ്ങളാണെന്ന് അറിയാമോ? നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് വേറൊരു വ്യക്തിയുമായിട്ട് വന്നാലും നോർമലായിട്ടുള്ള സംഗതിയല്ല, ബെറ്റർ ദാൻ നോർമലായിട്ടുള്ള സംഗതി ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുവാൻ കൊണ്ട് നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഫ്രണ്ട്ഷിപ്പ് വിലയേറിയതാണ് കേട്ടോ. വളരെ ഇൻസിഗ്നിഫിക്കൻ്റായിട്ടുള്ള കാര്യങ്ങൾ നിമിത്തം ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻസ് റിലേഷൻഷിപ്പ് മൂലം വരുവാൻ ഇടയാകരുത്. ടെംപ്റ്റേഷൻ വന്നിരിക്കും, പക്ഷേ കിടന്ന് സ്ട്രഗിൾ ചെയ്യാതെ സന്തോഷത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി അവൻ നമ്മുടെ മേൽ ചൊരിയും. അനേക ബാഡ് ഹാബിറ്റ്സ് ഉണ്ട് അല്ലേ? ചില ബാഡ് ഹാബിറ്റ്സ് നമ്മളിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കളയാൻ പാടായിട്ട് വരും.
അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ആത്മാവിൽ ജീവിപ്പിൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ലീവ് ബൈ ഫോളോയിങ് ദ സ്പിരിറ്റ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ എഗൻസ്റ്റ് സ്പിരിറ്റായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും വരുന്നത്. പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നാം നടക്കണം. നോർമൽ എന്ന് പറയുമ്പം ഈ ലോകവുമായിട്ട് അനുരൂപമാകും. ബെറ്റർ ദാൻ നോർമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്നുകൂടെ പുതുക്കത്തേ ഉള്ളൂ. നോർമൽ നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കും. പക്ഷേ ബെറ്റർ ദാൻ നോർമൽ എന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ നിയമങ്ങളനുസരിച്ച് നടക്കുന്നതായിരിക്കും. നോർമൽ നമുക്കൊരു വറി കൊണ്ടുവരുവാണെങ്കിൽ ബെറ്റർ ദാൻ നോർമൽ നമുക്ക് ഗൈഡൻസും സ്ട്രെങ്തും തരും. ദൈവം അങ്ങനെ നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബെറ്റർ ദാൻ നോർമൽ, അങ്ങനെ ഒരു ജീവിതം നയിപ്പാൻ്റെ കൊണ്ടം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ശ്രേഷ്ഠമായി നടപ്പാൻ്റെ കൊണ്ടം, ദൈവപ്രസാദമുള്ളവരായി നടപ്പാൻ്റെ കൊണ്ടം നീ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.